പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം സന്തോഷമായി കടന്നു വരുമെന്ന വാഗ്ദത്തമാണ്. പ്രത്യേകിച്ച് ഞാൻ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുമ്പോൾ, ഭൂതകാല ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, വേദനിക്കുന്ന ഓർമ്മകൾ എന്നെ ഭാരപ്പെടുത്തുമ്പോൾ, ആ ഓർമ്മയിൽ നിന്നും കർത്താവ് എന്നെ മോചിപ്പിക്കുമെന്നും എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം കർത്താവ് തന്നെ തരുമെന്ന് പറയുന്നൊരു വചനഭാഗമാണ്. എങ്കിൽ ഈ വചനം ശ്രവിക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന സർവ്വ മക്കൾക്കും ഈ ദിവസം അനുഗ്രഹമായി മാറട്ടെ, സന്തോഷമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എങ്കിൽ പ്രിയമുള്ളവർ, ഈ വാഗ്ദത്ത വചനം തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യം. തോബിത്ത് 7:17 അച്ഛന്ന് വായിക്കാം. സാറായെ അങ്ങോട്ട് നയിച്ചു, സാറ കരയാൻ തുടങ്ങി. അപ്പോൾ സാറയെ അമ്മ നയിക്കുക. അപ്പോൾ എന്ത് ചെയ്തു? സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ ധൈര്യമായിരിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റ് സന്തോഷമേകും, ധൈര്യം അവലംബിക്കുക. എന്നുള്ള അച്ഛൻ പറയാൻ കേട്ടോ. തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യം. 7:17 സാറയെ അങ്ങോട്ട് നയിച്ചു, സാറ കരയുവാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ ധൈര്യമായിരിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റ് സന്തോഷമേകും, ധൈര്യം അവലംബിക്കുക. ഓർക്കുക, ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? സാറ 7 പുരുഷന്മാരെ വിവാഹം കഴിച്ചു. വിവാഹത്തിൻ്റെ ആദ്യ ദിവസം തന്നെ 7 പേരും വധിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. വീണ്ടും ഇതാ തോബിയാസ് ഇവളെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ആ വൈകുന്നേരമായപ്പോൾ, അപ്പോൾ രാത്രി ആയപ്പോൾ സാറയുടെ അമ്മ തോബിയാസിൻ്റെ അരികിലേക്ക് കൊച്ചിനെ കൊണ്ടുപോവുക. അപ്പോൾ ഇവൾ കരയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഭൂതകാല ജീവിതത്തിൻ്റെ ഒത്തിരി വേദനിക്കുന്ന ഓർമ്മകൾ, പ്രത്യേകിച്ച് 7 പുരുഷന്മാരുമായിട്ട് വിവാഹം ചെയ്ത ഒരാളുമായിട്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ സാത്താൻ 7 ഭർത്താക്കന്മാരെയും കൊന്നു. പിന്നെ സാറായ്ക്ക് വേദന ഉണ്ടായത്, താൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നും വിവാഹം കഴിച്ചാൽ വിജയിക്കില്ല എന്നും പലരും കുറ്റപ്പെടുത്തി. അപ്പോൾ ഈ കൊച്ചിൻ്റെ മനസ്സൊത്തിരി വേദനയുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വ്യത്യസ്തമായ സാഹചര്യത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന ദുഃഖവും വേദനയും പ്രയാസങ്ങളെല്ലാം ഇന്നെടുത്ത് മാറ്റി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം പോലെ സന്തോഷത്തിൻ്റെ വചനം ആരാണ് നൽകിയത്? അമ്മ. പെൺകുട്ടികളെ അമ്മ എപ്പോഴും കൂടുതൽ ചേർത്ത് വയ്ക്കുമല്ലോ. വിവാഹത്തെ ദിവസമാകുമ്പോൾ അമ്മയ്ക്കറിയാം എൻ്റെ കുഞ്ഞിൻ്റെ ദുഃഖം. അതുകൊണ്ടാണ് അമ്മ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്, മോളെ പേടിക്കണ്ട, നിന്റെ ദുഃഖം എല്ലാം കർത്താവ് എടുത്തു മാറ്റും. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ വേദനയുടെ ഇന്നലകളുടെ ഏതവസ്ഥയാണോ അതിന് ദൈവസന്നിധി സമർപ്പിക്കണം. അപ്പം എന്തു ചെയ്യും? ദൈവിക ഇടപെടലിലൂടെ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കും. സാറായുടെ നീണ്ട കഷ്ടപ്പാടിനെ തുടർന്ന് ആ മകള് വിശ്വാസവും നീതിയും ദൈവിക പദ്ധതിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവൻ നയിച്ചു. എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ചു. എല്ലാ പരീക്ഷണങ്ങളെയും മറികടക്കാൻ സാധിച്ചു. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ദുഃഖമോ ഏതെല്ലാം വേദനയോ ഏതെല്ലാം തരത്തിൽ നമ്മൾ ഭാരപ്പെടുന്നുവെങ്കിൽ ആ അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായി ഇടപെടൽ സംഭവിക്കും. അനുഗ്രഹത്തിൻ്റെ വലിയ തുറവി എനിക്ക് ദൈവം തരും. എൻ്റെ ദുഃഖങ്ങൾ സന്തോഷമായി മാറുകയും ചെയ്യും. എങ്കിലിതാ വാഗ്ദത്ത പേടകം സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖവും വേദനയെല്ലാം സമർപ്പിക്കാം. ഒപ്പം വിശ്വസിക്കുക, ഈ ദുഃഖങ്ങളെല്ലാം ഇന്ന് കർത്താവ് സന്തോഷമായി മാറ്റും. മറക്കരുത്, ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ അനുസരണത്തിലൂടെ ജീവിച്ച കൊച്ചു സാറ
ദൈവിക പദ്ധതി അനുസരിച്ച് വിവാഹം കഴിച്ച ഒരു മകള് സാറ. ആ മകളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സമർപ്പിച്ച സർവ്വനിയോഗങ്ങളും ഇത് അച്ഛൻ അൽത്താരയിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, നിൻ്റെ ദുഃഖങ്ങളും വേദനകളും ജീവിതത്തിൻ്റെ പല ദുഃഖഭാവങ്ങൾ കറുത്ത കാർമേഘ പടലങ്ങൾ പോലെ നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രകാശപൂരിതമായ പ്രഭാതം ഇതാ കർത്താവ് ഒരുക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ